വളാഞ്ചേരി നഗരസഭ ടൗൺ ഹാളിൽ വെച്ച് പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. വരണാധികാരിയായ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ഓഫീസർ ജാനറ്റ് ഡാനിയൽ, ഡിവിഷൻ 9 വളാഞ്ചേരിയിൽ നിന്നും വിജയിച്ച മുതിർന്ന അംഗം ചേരിയിൽ രാമകൃഷ്ണന് ആദ്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മുജീബ് വാലാസി, അഷ്റഫ് അമ്പലത്തിങ്ങൽ, ഹസീന വട്ടോളി തുടങ്ങി 34 കൗൺസിലർമാർക്ക് ചേരിയിൽ രാമകൃഷ്ണൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വളാഞ്ചേരി മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട KV ഉണ്ണികൃഷ്ണൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടെയും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു. 33 അംഗങ്ങളും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ വാർഡ് 27 വടക്കുമുറിയിൽ നിന്നും കൗൺസിൽ അംഗമായ ജുനൈദ് തയ്യിൽ ദൃഢപ്രതിജ്ഞ എടുക്കുകയുണ്ടായി. മുസ്ലിം ലീഗ്, CPIM, കോൺഗ്രസ് തുടങ്ങിയ വിവിധ പാർട്ടികളിലെ നേതാക്കന്മാർ ഉൾപ്പെടെ 100 കണക്കിന് പേർ ചടങ്ങിൽ പങ്കാളികളായിരുന്നു. തുടർന്ന് മുതിർന്ന അംഗം ചേരിയിൽ രാമകൃഷ്ണന്റെ അധ്യക്ഷതയിൽ നഗരസഭാ ഹാളിൽ ആദ്യ യോഗം ചേർന്നു. വളാഞ്ചേരി മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട അഷ്റഫ് അമ്പലത്തിങ്ങൽ എന്നാണ് നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. വളാഞ്ചേരി മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ഹസീന ബി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചനാശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി കഴിഞ്ഞ മൻമോഹൻ സർക്കാർ വളരെ പ്രതീക്ഷയോടെ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. അത് ഭാരതത്തിൻ്റെ ആത്മാവായ മഹാത്മജിയുടെ പേരാണ് അതിന് നൽകിയിരുന്നത്. പക്ഷേ ആ പദ്ധതി ഇല്ലാതാക്കുകയും പേര് മാറ്റി ചെറിയ തോതിൽ രൂപം മാറ്റം വരുത്തി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഗവൺമെൻറ് മഹാത്മജിയുടെ പേര് പൂർണ്ണമായിട്ട് മാറ്റിയിരിക്കുകയാണ്. അതിൽ ഇന്ത്യ മൊത്തം നിലനിൽക്കുന്ന പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് അതിനെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ വിമർശിച്ചുകൊണ്ട് ഞങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് മഹാത്മജിയുടെ പേര് ഒഴിവാക്കിയതിനെതിരെ മഹാത്മാവേ മാപ്പ് എന്ന ബാഡ്ജ് ഉയർത്തിക്കൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഉൾപ്പെടെ പ്രതിപക്ഷത്തിൻ്റെ ഉൾപ്പെടെ എല്ലാ 34 കൗൺസിലർമാരും ആ ബാഡ്ജ് ഉയർത്തിക്കൊണ്ടാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. അത് ഒരു പ്രതിഷേധ പരിപാടിയായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു പ്രതിഷേധ പരിപാടിയായിട്ട് കണ്ടുകൊണ്ടാണ് അധികാരം ഏറ്റത്. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. BSc ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ്. ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു, എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു. We are very happy to be the part of Al Salama Optometry College.